കോഴിക്കോട് വെള്ളയിൽ ഹാർബറിൽ മത്സ്യത്തൊഴിലാളി മുങ്ങി മരിച്ചു. കുഞ്ഞാലിമരക്കാർ എന്ന വള്ളത്തിലെ ഹംസയാണ് മരിച്ചത്. ഒരാളെ രക്ഷപ്പെടുത്തി. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേർന്നു. സമീർ, ഈ പറയുന്ന മൺതിട്ട് രൂപപ്പെടുന്നതും അപകടവും ഒക്കെ പതിവാണെന്നാണോ അവിടുത്തുകാർ പറയുന്നത്? അപകടത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ടോ സമീർ? ഹാഷ്മി, ആ അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മത്സ്യബന്ധനം കഴിഞ്ഞ് കടലിൽ നിന്ന് കരയിലേക്ക് എത്താൻ ഏകദേശം അടുത്തെത്താവുന്ന ഒരു വേളയിലാണ് ശക്തമായിട്ടുള്ള ഒരു തിര വരുന്നു. ആ തിരയിൽപ്പെട്ടുകൊണ്ട് ഈ വള്ളം മറിയുന്നു. അതങ്ങനെ കമഴ്ന്നു വീഴുകയും അതിലുണ്ടായിരുന്ന 2 പേർ അപകടത്തിൽപ്പെടുകയും ചെയ്തു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവർ കരയിലേക്ക് എത്താൻ ഏകദേശം ഒരു 2 കിലോമീറ്റർ മാത്രം അകലെയുള്ളപ്പോഴാണ് ഇത്തരമൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് കടൽക്ഷോഭവും അതുപോലെ തന്നെ ഈ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുമ്പോൾ മണൽത്തിട്ട രൂപപ്പെടും. ആ മണൽത്തിട്ടയുടെ ഭാഗമായി കൊണ്ടുകൂടി അത് നീക്കം ചെയ്യാത്തത് കൂടിയാണ് ഇത്തരമൊരു അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇപ്പോൾ 2 പേർ ഇതിൽ അപകടത്തിൽപ്പെട്ടു. അതിൽ ഗാന്ധി റോഡ് സ്വദേശിയായിട്ടുള്ള ഹംസ എന്ന വ്യക്തിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന തോപ്പ സ്വദേശിയായിട്ടുള്ള ഷമീറിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഇവർ അപകടത്തിൽപ്പെടുന്നത് കാണുകയും അപ്പോൾ അത് ചിത്രീകരിച്ചു. അവർക്ക് ആ അപകടം മനസ്സിലായതോട് ഉടൻ തന്നെ ആ വള്ളം എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അതുകൊണ്ടാണ് ആ 2 പേരെയും വേഗത്തിൽ കരക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഹംസയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഷമീറിനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഷമീർ ഇപ്പോൾ ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. നമുക്കിപ്പോൾ നമ്മുടെ ഈ പിറകിലായിക്കൊണ്ടാണ് ഈ അപകടം ഉണ്ടായത്. അവിടെ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളൊക്കെ ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പിന്നീട് അവരവരുടെ തൊഴിലിലേക്ക് മടങ്ങുകയും ചെയ്തു. അവരെല്ലാം ഇപ്പോൾ ഏതാനും പേർ ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായ ഏതാനും പേർ ബീച്ച് ആശുപത്രിയിലുമുണ്ട്. മത്സ്യത്തൊഴിലാളികളൊക്കെ വലിയ ഒരു ആശങ്കയിലാണ്. മഴക്കെടുതി ആരംഭിക്കുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഒരുപക്ഷെ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള തിരമാലയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, കടൽക്ഷോഭം ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ ജീവിതത്തെ തന്നെ അത് ബാധിക്കും. അത്തരമൊരു സാഹചര്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഈ മണൽത്തിട്ട രൂപപ്പെട്ടത് നീക്കം ചെയ്യണം എന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചയോടു കൂടെയാണ് ഇവിടുന്ന് അവർ മത്സ്യബന്ധനത്തിന് പോവുകയും പിന്നീട് അവർ വൈകി മത്സ്യങ്ങളുമൊക്കെ ആയിട്ട് മടങ്ങി വരുന്ന വേളയിലാണ് ഇത്തരമൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ആ അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹാഷ്മി, കോഴിക്കോട് വെള്ളയിൽ ഹാർബറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ ഒരു മത്സ്യത്തൊഴിലാളി മുങ്ങി മരിക്കാനിടയായ അപകടം അവിടെയുണ്ട്. അതിൽ ഒരാളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കുഞ്ഞാലിമരക്കാർ എന്ന വള്ളത്തിലെ ഹംസ എന്ന മത്സ്യത്തൊഴിലാളിയാണ് മരിച്ചത്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ദീർഘകാലമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങളെപ്പറ്റിയും അത് നിരാകരിക്കുന്നതിനെ പറ്റിയുമൊക്കെ അവർ ഈ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി പറയുന്നുണ്ട്. സമീർ സി മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.